ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോണത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഓഫീസിൽ പോക്ക്. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഓഫീസിലേക്ക് എങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരാം. ദിസ് ഈസ് മൈ അമ്മിണി ഗായ്സ്. ഇതാണ് എൻ്റെ അമ്മിണി. ഓക്കെ, ഇതെൻ്റെ ജിംബ്രു. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്കെന്നെ കാണാമോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാനിന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഗൈസ്, എൻ്റെ ബെഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഡെക്കറാണ് കേട്ടോ. ഞാനതിൻ്റെ മുകളിലാണ്. അപ്പം അവിടെ നിന്ന് ഇറങ്ങുക. എന്നിട്ട് ഹോസ്റ്റലാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാം എൻ്റെ വീഡിയോയിലും കാണും. അതൊന്നും ഇവിടെ ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പോൾ എണീച്ചേ ഉള്ളൂ. ഫ്രഷായിട്ട് എണീച്ച് വന്നതെന്ന് വിചാരിക്കേണ്ട. ഞാൻ ഒരു വട്ടം വാഷ്റൂമിൽ പോകാൻ വേണ്ടി എണീച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചത് കേട്ടോ. ഇതാണ് എൻ്റെ സമ്പാദ്യം. ഇത് ഫുൾ എൻ്റെ സമ്പാദ്യമാണ്. ഓക്കെ, അപ്പം ഞാൻ പല്ല് തേച്ചിട്ട് വരാം. ഞാൻ പോയി പല്ല് തേച്ചിട്ട് വരാം ഗൈസ്. ഇതൊന്നും എനിക്കത്ര ശീലമില്ലാത്തതാണ്, എന്നാലും ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ ഗൈസ്, ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു. എനിക്ക് ലേറ്റായിട്ട് പോയാൽ മതിയായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ ആരുമില്ല, എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെൻ്റെ യൂണിഫോമാണ് കേട്ടോ. യൂണിഫോം മീൻസ് ഫോർമൽസ് ആയിട്ടുള്ള എന്തും ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡി ആയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ എൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് കണ്ണാടി നോക്കാതെ ഒരുങ്ങാൻ അറിയില്ല ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസ് ഭയങ്കര ഒരു ഗ്ലോ ആയി. കണ്ടോ, നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ഗ്ലോ ആയി. അടുത്തത് വന്നിട്ട് സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ ഞാൻ ആ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സൺസ്ക്രീൻ കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെ SPF PA+++ ഉള്ള സൺസ്ക്രീനാണ്. ഞാൻ എന്തെങ്കിലും ഡോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കാറ്. അതിൻ്റെ കവർ അത്ര ഭംഗിയായിട്ടല്ല ഇരിക്കുന്നത് യൂസ് ചെയ്ത്. അതുകൊണ്ടാണ് എൻ്റെ മോന്ത അങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ ഞാൻ പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്താണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തു. എത്ര കുളിച്ചിട്ടും കാര്യമില്ല ഗൈസ്, ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്, നല്ല വെയിലുണ്ട്. സോ നല്ലപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഞാൻ കയ്യിൽ അങ്ങനെ അധികം അപ്ലൈ ചെയ്യാറില്ല. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അധികം വെയിൽ കൊള്ളേണ്ടി വരാറില്ല, അതുകൊണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ മുഖമൊക്കെ നല്ലപോലെ ഉണക്കി. ഇതാണ് ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ ഇതാണ്. അപ്പം ഞാനിങ്ങനെ പൗഡറൊക്കെ എടുത്തിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്തപ്പം നല്ല നനവുണ്ട് എൻ്റെ ഫേസിൽ. കാരണം നല്ലപോലെ വേർക്കുന്നുണ്ട്, നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. കുളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഞാൻ പൗഡറൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് കണ്ണിലും മൂക്കിലും മുഖത്തും. കാരണം നല്ലപോലെ ആ ഒരു വേർപ്പ് അങ്ങനെ മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ നനഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട്. അപ്പം ഞാനതിനെ നേരെ എടുത്ത് തുടച്ചൊക്കെ കളയാണ്. നേരെ തുടച്ച്, എനിക്ക് വേറെ സ്വഭാവമുണ്ട് ഗൈസ്. ഞാൻ പൗഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം നേരെ എടുത്തിട്ട് മൊത്തത്തിൽ തുടച്ച് കളയും. അതെനിക്ക് കുഞ്ഞിലേ ഉള്ളൊരു ശീലമാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, പിന്നെ നീ എന്തിനാണ് മുഖത്ത് പൗഡർ ഇടുന്നത് എന്നുള്ളത്. എന്തെങ്കിലും തോർത്തോ തുണിയോ എന്തെങ്കിലും വെച്ച് എനിക്ക് തുടച്ച് കളഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അടുത്ത് ഞാൻ ഇടുന്ന ലിപ് ബാമാണ് കേട്ടോ. ഇത് ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഡെർമോക്കാണോ ഡെർമോക്കോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഒരു ലിപ് ബാമാണ് കേട്ടോ. ലിപ് ബാം അപ്ലൈ ചെയ്തു. എനിക്ക് കണ്ണാടി നോക്കാതെ ഒരുങ്ങാൻ അറിയാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്യാണ്. അപ്പം നമുക്ക് അടുത്തതായിട്ട് ഐലൈനർ ഇട്ടാലോ. അപ്പം ഞാൻ ഐലൈനർ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഐ ഷാഡോ പാലറ്റിൽ മിറർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഐലൈനറൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് എത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐലൈനർ അല്ല കേട്ടോ ഇത്. എനിക്ക് NYBയുടെ ഒരു ഐലൈനർ ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അത് നല്ല ഭയങ്കര സ്മച്ച് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, നല്ല ഐലൈനറായിരുന്നു. ഇത് പക്ഷേ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. പക്ഷേ അത്ര പോരാ, എനിക്കത്ര ഇഷ്ടമായിട്ടില്ല ഗൈസ് ഈ ഐലൈനർ വന്നിട്ട്. അപ്പം പുറത്തുനിന്ന് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ നല്ല നോയ്സ് കേൾക്കുന്നുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ലിപ്പ് ലൈനറിനെ പറ്റി ഞാൻ പ്രത്യേകം ഒന്നും പറയാത്തത്. ഓഫീസിൽ പോകുമ്പോൾ ഞാനങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഭംഗി ഒരുപാട് നോക്കാറില്ല. കാരണം നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്, എങ്ങനെയൊക്കെ ഇറങ്ങി ഓടാം എന്നാണ് ഞാൻ നോക്കാറ്. ഇത് റെനയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ പുതിയതായിട്ട് മേടിച്ച ലിപ്സ്റ്റിക്ക്. ഞാൻ ഇതല്ല യൂസ് ചെയ്യാറ് പൊതുവെ.
എൻ്റെ ഉമ്മ കിട്ടിയ എല്ലാവർക്കും സന്തോഷം എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിവിടെ പാട്ടൊക്കെ പാടി ഇവിടെ അടുത്തായിട്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് ഡ്രസ്സ് ഇട്ടാലും പണ്ടേ അങ്ങനെ തന്നെ ജീൻസ് ടോപ്പൊക്കെ ഇട്ടിട്ട് പൊട്ടൊക്കെ തൊട്ട് ഞാൻ കുറിയൊക്കെ തൊട്ടിട്ടൊക്കെ പോയിട്ടുണ്ട്. പണ്ടത്തെ ഒരു കണ്ണാപ്പി സ്റ്റൈൽ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് പൊട്ടില്ല, അതെനിക്ക് പറ്റില്ല. അതെന്താണ് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അത് കുഞ്ഞിലേ ഉള്ള ശീലമാണ്. അവിടെ എൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്, എൻ്റെ ബെഡിൻ്റെ അടിയാണ് കേട്ടോ. അവിടെ ഞാൻ എൻ്റെ ചീർപ്പൊക്കെ എടുത്ത് മുടി ചീവി ഞാൻ നടക്കുന്ന വാച്ചിലെടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങനെയാണ് മുടി കെട്ടാറ്, നടക്കുന്ന വാച്ചിലെടുത്താണ് കെട്ടാറ്. അപ്പോൾ ഞാൻ നടക്കുന്ന വാച്ചിലെടുത്തു, മുടി വാരിക്കെട്ടു, എങ്ങനെയൊക്കെ പോകാം എന്നുള്ളൊരു പ്ലാനിലാണ്. കാരണം വീഡിയോ എടുക്കാമെന്നുള്ളത് പ്ലാനിലുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എനിക്ക് തോന്നിയാണ് ചുമ്മാ ഒരു വീഡിയോ എടുത്താലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നല്ല വേർതിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു കേട്ടോ ഒരു ഞാനൊക്കെ ആയിട്ട്. പക്ഷെ മുഖത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ഷുട്ടുമണിയായി ഒരുങ്ങി മുടിയൊക്കെ കെട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്കല്ല, മുടിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഏറെക്കുറെ ഇതൊക്കെ തന്നെ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഞാൻ ഒരുങ്ങി മുടിയൊക്കെ കെട്ടി റെഡിയായി. അപ്പോൾ ഇനി ഒരു മിനിറ്റ് കേട്ടോ. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് വന്നിട്ട് യൂണിഫോം. ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. എനിക്ക് ഞാൻ ഒരു കാര്യം മറന്നുപോയി. വീണ്ടും എൻ്റെ പെട്ടിയിൽ നിന്നും നമ്മൾ this is my final look. Okay, bye.